ലക്ഷ്മി, ഈ അനീഷേട്ടന്റെ സ്വീകരണം കാണുമ്പോ എന്ത് തോന്നുന്നു? സന്തോഷം. കൂടെയുള്ള ഒരാളുടെ ഞാൻ ആദ്യം ഒരു കൈ തരട്ടെ. ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക്സ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെ കാണുന്നു? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലല്ലോ, സെലിബ്രിറ്റി ആയില്ലേ. ഇനിയിപ്പോ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും 100 days നിന്ന് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. യെസ്. പറയൂ അനീഷ്, പറയൂ. നിങ്ങൾക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. രക്ഷപ്പെടണ്ട, പറഞ്ഞു അനീഷിനോട് തന്നെ. ബിഗ് ബോസ് കഴിഞ്ഞു, ഇനിയിപ്പോ ഇന്നത്തെ ഈ പരിപാടി കൂടെ കഴിഞ്ഞാൽ എന്താണ് ഇനിയിപ്പോ അടുത്ത ഭാവി പ്ലാനൊക്കെ? അത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഈ അനീഷേട്ടൻ എന്താണ് കോടന്നൂർ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ജനസാഗരമായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കാണാത്ത, ഇപ്പൊ സീസണിൽ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനീഷേട്ടനാണ്. പക്ഷെ അന്ന് കുറെ വാക്കുകൾ മറ്റേ ബിഗ് ബോസിൽ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് എങ്ങനെ അതിൽ പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത്, അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും. സ്നേഹിക്കുന്ന അനീഷിനോട് സ്നേഹിക്കുന്നവരാണ് പറഞ്ഞിട്ടില്ല, കമന്റ് രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിലെടുക്കും. അപ്പൊ ഇനി മുന്നോട്ട് ആ രീതിയിലുള്ള ഇതും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് 100% ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പൊ അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അല്ല, ഈ ഇതിൽ പരിഹാസം വരുമ്പോ പേഴ്സണലി എന്തോ തോന്നുന്നത്, ഒരു എന്താണ് ഫീലിംഗ് എന്താണ് മൊമെന്റില്? അതായത് പേഴ്സണലി ഹേർട്ട് ആവാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സോ ഇതൊന്നും അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലേ. അതൊക്കെ ആരും നോക്കുന്നു? അത് ആൾക്കാരുടെ അഭിപ്രായമല്ലേ, കുറച്ചു പേരുടെ അഭിപ്രായം. അല്ല, പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബിനായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ. കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത്. എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളുമല്ല. ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. സംടൈംസ് സ്ട്രോങ് ആണ്, സംടൈംസ് സ്ട്രോങ് അല്ല. എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നൂറയുടെ ബർത്ത്ഡേ ആയിരുന്നു. വിശ്വാസം എന്തെങ്കിലും അറിച്ചിട്ടുണ്ടായിരുന്നു? കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്, എല്ലാവരുമായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാവരുമായിട്ടും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അനീഷേട്ടൻ പ്രീവിയസ് എപ്പിസോഡൊക്കെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ തോന്നും കാണണമെന്ന്, ചിലപ്പോൾ തോന്നും കാണണ്ടെന്ന്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ്. എന്തുകൊണ്ട് കാണണില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ്, ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ. ദിവസങ്ങൾ കഴിയരുത് ദിവസം ആ ഒരു കാലത്ത് എണീക്കുമ്പോൾ രാത്രി ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം സാധാരണക്കാരുടെ കോമന്റ്സ് നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് അനീഷേട്ടനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കോമന്റ്സ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല.
സ്നേഹം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല. ഒരു മഹാഭാഗ്യം, അത്രേ ഉള്ളൂ. ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറ കാര്യമില്ല. എന്തോ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി. അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട്, വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും, വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല. അത്രമാത്രമാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. മറ്റ് കണ്ടസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അനീഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അത് ഞാൻ പറയാം. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആളും ആക്റ്റീവ് ആയിക്കോളും. ഇറങ്ങി കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ്. ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് കോടന്നൂരിൻ്റെയും ഒക്കെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു, ഒരാളും തിരിച്ചറിയപ്പെടുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരുപാട് ചാനലുകൾ വരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം.